among various parts of 8051. Now I am going to explain about ALU of 8051. അതിൽ പറയേണ്ട കുറച്ച് പോയിന്റ്സ് മാത്രം പറഞ്ഞു പോകാം. അപ്പോൾ ഇതില് ഞാൻ പറഞ്ഞു അക്യുമുലേറ്റർ ഈസ് an 8-bit രജിസ്റ്റർ. അക്യുമുലേറ്റർ എന്ന് പറയുന്നത് ഇതൊരു 8-bit രജിസ്റ്റർ ആണെന്ന് പറഞ്ഞു. അപ്പോ ALUവിന്റെ ഫംഗ്ഷൻ, അതിന്റെ ഫുൾ ഫോം നമുക്കറിയാം, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. ദെൻ സാധാരണ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻ 4 ഓപ്പറേഷൻ നിങ്ങളോട് പറയാം. 4 ഓപ്പറേഷൻ നമ്മുടെ 8051 ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ച് 4 ഓപ്പറേഷനില് ഈ 4 ഓപ്പറേഷൻ അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ 4 ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അക്യുമുലേറ്ററിന്റെ സിഗ്നിഫിക്കൻസ് എന്തെന്ന് പറയാൻ വേണ്ടി. നമ്മുടെ സാധാരണഗതിയിൽ അഡിഷൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ആഡ് ചെയ്യുന്നത് അക്യുമുലേറ്ററുമായിട്ടാണ്. അക്യുമുലേറ്ററിലുള്ള ഡേറ്റ വേറെ ഒരു പർട്ടിക്കുലർ ഓപ്പറന്റുമായിട്ടുള്ള ഡേറ്റയുമായിട്ട് ആഡ് ചെയ്തിട്ട് റിസൾട്ട് അക്യുമുലേറ്റർ തന്നെ സ്റ്റോർ ചെയ്യും. സബ്ട്രാക്ഷനും അങ്ങനെ തന്നെയാണ്. അതായത് അക്യുമുലേറ്ററിലുള്ള ഡേറ്റ പ്ലസ് വേറെ ഒരു രജിസ്റ്ററിലുള്ള ഡേറ്റ, അതിന്റെ റിസൾട്ട് അക്യുമുലേറ്റർ സ്റ്റോർ ചെയ്യും. A is equal to A plus another രജിസ്റ്റർ. സബ്ട്രാക്ഷനും അങ്ങനെ തന്നെയാണ്. മൾട്ടിപ്ലിക്കേഷന്റെയും ഡിവിഷന്റെയും കേസ് വരുമ്പോ മൾട്ടിപ്ലിക്കേഷന് മൾ AB എന്നാണ് ഇൻസ്ട്രക്ഷൻ. ഞാൻ ഇൻസ്ട്രക്ഷൻ പഠിപ്പിക്കുമ്പോൾ അത് വ്യക്തമായിട്ട് പറയാം. എങ്കിലും മൾ AB എന്ന് പറയുമ്പോൾ ഇൻസ്ട്രക്ഷൻ കാണുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അതിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. മൾ AB മീൻസ് മൾട്ടിപ്ലൈയിങ് ദ കണ്ടന്റ് ഓഫ് A വിത്ത് B എന്നിട്ട് സ്റ്റോർ ചെയ്യുന്നതാണ് പറയേണ്ടത്. അപ്പൊ അക്യുമുലേറ്ററുള്ള കണ്ടന്റ് B എന്ന് പറയുന്ന രജിസ്റ്ററിലെ കണ്ടന്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു വലിയ നമ്പർ, അതായത് FF-ഉം FE-യും രണ്ട് ഹെക്സാഡെസിമൽ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഒരു 16-bit നമ്പർ അടുത്ത ഒരു നമ്പർ ആയിരിക്കാം. അങ്ങനെ വരുമ്പോൾ അത് ഒരു ബൈറ്റിൽ നിൽക്കത്തില്ല. അപ്പോ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന റിസൾട്ട് മോർ ദാൻ 1 ബൈറ്റ് വരാം, 2 ബൈറ്റ് ആകാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ലോവർ ബൈറ്റ് അപ്പർ ബൈറ്റ് ആ രീതിയിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ശ്രദ്ധിക്കുക, മനസ്സിലാവും തോന്നുന്നു. രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ലോവർ ബൈറ്റ് അക്യുമുലേറ്ററിലും A രജിസ്റ്ററിലും അപ്പർ ബൈറ്റ് B രജിസ്റ്ററിലും സ്റ്റോർ ചെയ്യും. ഓക്കെ, നമ്മൾ കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതിയാവും. 2 ഹെക്സാഡെസിമൽ മോഡിലോട്ട് ഇട്ടിട്ട് 2 രജിസ്റ്റർ എടുക്കുക. ആ 2 രജിസ്റ്ററിൽ ഈ പറഞ്ഞതുപോലെ 2 രജിസ്റ്റർ എടുക്കുക. ഇപ്പോ എയില് ഒരു ഡേറ്റ, ബിയിൽ വേറൊരു ഡേറ്റ. അതിന്റെ റിസൾട്ട് ലോവർ ബൈറ്റ് അക്യുമുലേറ്ററിലും അപ്പർ ബൈറ്റ് B രജിസ്റ്ററിലും സ്റ്റോർ ചെയ്യും. ഡിവിഷന്റെ കേസിലും അതുപോലെ തന്നെ കോഷ്യന്റ് അക്യുമുലേറ്ററിലും റിമൈൻഡർ B രജിസ്റ്ററിലും സ്റ്റോർ ചെയ്യും. അത് ഓർത്തിരിക്കുക. അപ്പൊ എന്തായാലും ഇവിടുത്തെ ALUവിന്റെ ഫംഗ്ഷൻ ഞാൻ പറഞ്ഞത്. അപ്പോ ഈ പറഞ്ഞ പ്രോസസ് അതിൽ ഇത് പറഞ്ഞ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻ ചെയ്യാനാണ്. അതിൽ റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നത് എയിൽ മാത്രമായിരിക്കും. ഇനി മാത്രമല്ല, ഈ പറഞ്ഞ അരിത്തമെറ്റിക് ഓപ്പറേഷന് ശേഷം ചില ഫ്ലാഗ് ഉണ്ട്. ഫ്ലാഗ് എന്ന് പറയുന്നത് നമ്മളൊരു 4 ഫ്ലാഗിനെ പറ്റി സ്റ്റാറ്റസ് രജിസ്റ്റർ, അതായത് നമ്മുടെ റിസൾട്ടിന്റെ സ്റ്റാറ്റസ് കാണിക്കുന്ന രജിസ്റ്റർ. ഫോർ എക്സാമ്പിൾ ക്യാരി ഫ്ലാഗിലോട്ട് വരാം. ക്യാരി ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോ 2 നമ്പർ ആഡ് ചെയ്തു. ആ പറഞ്ഞ 2 നമ്പർ, സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാല് FF-ഉം FE-യും കൂടെ ആഡ് ചെയ്തു. അത് നിങ്ങൾ എഴുതി നോക്കുക. ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നമ്പർ എഴുതിയതിന് ശേഷം FF-ഉം ഞാൻ ഒന്ന് കാണിക്കാം. FF പ്ലസ് FE എന്താ എങ്ങനെ കിട്ടുക? FF-ന് നമുക്ക് എഴുതാം എല്ലാ നമ്പരും 1 ആ. FE എന്ന് പറയുമ്പോ ഓക്കെ, ഈ പറഞ്ഞ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് 1 + 0 1 ആണ്. 1 + 1 0 വിത്ത് carry 1, again 0 വിത്ത് carry 1, again 0 വിത്ത് carry 1 + 0 1, 1 + 1 0 വിത്ത് carry 1, 1 ആ carry 1 ഉണ്ട്. ദെൻ ഇവിടെ 1 + 1, 1 0 + 1 ദാറ്റ് ഈസ് 1 1 ആണ് അവിടെ വരുന്നത്. again that carry 1 1 ഇവിടെ ഒരു carry ഉണ്ടാവും. അപ്പൊ ഈ രീതി വന്നിട്ട് ഒരു carry എക്സ്ട്രാ വരും. അതായത് 8 ബിറ്റ് കഴിഞ്ഞിട്ട് ഒരു carry വരും.
ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് നമ്പറും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഈ 8 ബിറ്റ് കഴിഞ്ഞിട്ട് ഒരു എക്സ്ട്രാ ബിറ്റ് വന്നു. അങ്ങനെ വന്നാൽ ദാറ്റ് ഇസ് കേരി ഉണ്ടെന്നുണ്ടെങ്കിൽ കേരി ഫ്ലാഗ് 1 ആയിട്ട് മാറും. കേരി ഇല്ല എന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ആൻ അരിത്തമെറ്റിക് ഓപ്പറേഷൻ കേരി ഇല്ല എന്നുണ്ടെങ്കിൽ കേരി ഫ്ലാഗ് റീസെറ്റ് ആകും, അതായത് 0 ആയിരിക്കും. ഈ കൂടെ റിസൾട്ട് കേരി ഉണ്ടെന്നുണ്ടെങ്കിൽ, കേരി എന്താ മനസ്സിലായി, 8 ബിറ്റിന് ശേഷം വരുന്ന ബിറ്റ് ആണ് നമ്മൾ കേരി എന്ന് പറയുന്നത്. അപ്പോൾ കേരി ഉണ്ടെന്നുണ്ടെങ്കിൽ കേരി ഫ്ലാഗ് സെറ്റ് ആവും, ഇല്ലെങ്കിൽ റീസെറ്റ് ആവും. ഇനി നമ്മൾ പറഞ്ഞ കൂട്ടത്തിൽ ശ്രദ്ധിച്ചോ, ഇവിടെ ഒരു കേസ്, അതായത് 1+1 നേരത്തെ ഒരു കേരി ഉണ്ടായിരുന്നു, അതും കൂടെ കൂട്ടിയപ്പോൾ 1 ആയി. ഈ പറഞ്ഞ 1 അവസാനം ഇവിടെ ഒരു കേരി വന്നു, അതായത് 4ാമത്തെ ബിറ്റിന് ശേഷം ഒരു കേരി വന്നാൽ ദാറ്റ് ഈസ് ഓക്സിലറി കേരി. ഇഫ് ദർ ഇസ് എ കേരി ആഫ്റ്റർ 4th ബിറ്റ് ഇറ്റ് ഈസ് എൻ ഓക്സിലറി കേരി. അപ്പോൾ ഓക്സിലറി കേരി ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഓക്സിലറി കേരി ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് ഈസ് ഓക്സിലറി കേരി എന്ത് ചെയ്യും, 1 ആയിട്ട് മാറും, അത് സെറ്റ് ആവും, ഇല്ലെങ്കിൽ റീസെറ്റ് ആവും. 2 ഫ്ലാഗാണ് ഞാൻ പറഞ്ഞത്. വാട്ട് ഈസ് കേരി ഫ്ലാഗ്, വാട്ട് ഈസ് ഓക്സിലറി കേരി ഫ്ലാഗ് ഞാൻ പറഞ്ഞു. അപ്പോ കേരി ഫ്ലാഗ്, ഓക്സിലറി ഫ്ലാഗ്, ചിലപ്പോൾ ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടായിരിക്കും ചോദിക്കുക. അതുകൊണ്ടാണ് ഞാൻ തിയറി ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും ചോദിക്കുന്നത്, കേരി ഫ്ലാഗിന്റെ ഫംഗ്ഷൻ, ഓക്സിലറി കേരി ഫ്ലാഗിന്റെ ഫംഗ്ഷൻ. ദെൻ ഓവർഫ്ലോ ഫ്ലാഗ് എന്ന് പറയുന്നത് നമ്മളൊരു ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് സോഴ്സ് രജിസ്റ്ററിന്റെ കണ്ടന്റിനെക്കാളും വലിയൊരു ഡേറ്റ സ്റ്റോർ ചെയ്യുമ്പോൾ 1, 2 നമ്മൾ ഈ പറഞ്ഞ നിങ്ങൾ 8051 കേസിൽ ടൈമർ എന്നൊരു ഡേറ്റ സ്റ്റോർ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ 00, 01, 02 ഈ രീതി വന്നിട്ട് FF വരെ കൗണ്ട് ചെയ്തതിനു ശേഷം then again it recycle to 00. അപ്പൊ ഇവിടെ ഇതിന്റെ ഓവർഫ്ലോ ആയിട്ട് കണക്കാക്കിയിട്ട് അവിടെ ഓവർഫ്ലോ സെറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് പാരിറ്റി. ഓവർഫ്ലോ അടുത്ത് നമ്മൾ ടൈമർ പഠിപ്പിക്കുമ്പോൾ ഞാൻ ഒരു കൂടെ പറയാം. ഇപ്പൊ തൽക്കാലം അത് സ്കിപ്പ് ചെയ്യുകയാണ്. പാരിറ്റി ഫ്ലാഗ്. പാരിറ്റി ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വൺസ് ആണ് നമ്മൾ പാരിറ്റി എന്ന് പറയുന്നത്. നമ്പർ ഓഫ് വൺസ്, ദാറ്റ് ഈസ് നമ്പർ ഓഫ് വൺസ് എന്ന് പറയുന്നത് ഈവൻ ആണെങ്കിൽ പാരിറ്റി ഫ്ലാഗ് സെറ്റ് ആവും. സെറ്റ് ആകുക എന്ന് പറഞ്ഞാൽ 1 ആകുക, റീസെറ്റ് ആകുക എന്ന് 0 ആകുക. അപ്പോ നമ്പർ ഓഫ് വൺസ് ദാറ്റ് ഈസ് പാരിറ്റി ഈവൻ ആണെന്നുണ്ടെങ്കിൽ പാരിറ്റി ഫ്ലാഗ് 1 ആവും, ഈവൻ ഓഡ് ആണെന്നുണ്ടെങ്കിൽ റീസെറ്റ് ആവും. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ 4 എണ്ണം, ക്യാരി ഫ്ലാഗ്, ഓക്സിലറി ക്യാരി ഫ്ലാഗ്, ഓവർഫ്ലോ ഫ്ലാഗ്, പാരിറ്റി ഫ്ലാഗ്, ഇതും എല്ലാം സ്റ്റാറ്റസ് രജിസ്റ്റേഴ്സ് ആണ്. ഇനി ഈ പറഞ്ഞതുപോലെ അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ലോജിക് ഓപ്പറേഷൻ ആൻഡ് ഓർ എക്സോർ ഒക്കെ നമ്മുടെ ഈ പറഞ്ഞ അരിത്തമെറ്റിക് ഓപ്പറേഷൻ ആണ്. ഇതിനെല്ലാം സഹായിക്കുന്നത് ഈ ALU-ലാണ് നടക്കുന്നത്. ഓക്കെ, ഓക്സിലറി ക്യാരി ഫ്ലാഗ് ഞാൻ ഒരിക്കൽ കൂടെ പറയാം. ഞാനിത് ഡൗട്ട് കണ്ടു, എക്സ്പ്ലെയിൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മൾ 2 നമ്പർ ആഡ് ചെയ്യാണ്. നമ്പർ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാല് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാല് ഈ ഒരു 2F-ഉം 3-4 കൂടെ ഞാൻ ആഡ് ചെയ്യുക. ഓക്കെ, ഐ ആം ഗോയിങ് ടു ആഡ് 2F + 3-4. അപ്പൊ അതിന്റെ 2ന്റെ നമ്പർ ഇതാണ് 0 0 1 0. F എന്ന് പറയുന്നത് 1 1 1 1. 3 0 0 1 1 0 1 0 0. ക്ലിയർ? ഇവിടെ 1 + 0 1, 1 + 0 1, 1 + 1 0 വിത്ത് കേരി 1. ഇവിടെ ഒരു കേരി വന്നു. അഗെയിൻ 1 + 1 0, ഒരു കേരി വരിക. അതായത് 4ാമത്തെ ബിറ്റിന് ശേഷം ഇവിടെ നമുക്ക് ആൾറെഡി ഒരു കേരി വന്നു, നമ്മൾ ആഡ് ചെയ്തു. 4ാമത്തെ ബിറ്റിന് ശേഷം നമുക്കൊരു കേരി വന്നു. അങ്ങനെ വന്നാൽ ദാറ്റ് ഈസ് ഓക്സിലറി കേരി. ഓക്സിലറി കേരി വന്നാൽ ഓക്സിലറി കേരി ഫ്ലാഗ് സെറ്റ് ആവും. ഇനി ഇവിടെ കേരി ഇല്ലായിരുന്നു എന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ ഓക്സിലറി കേരി ഫ്ലാഗ് റീസെറ്റ് ആവും. കേരി എന്ന് പറയുന്നത് 8 ബിറ്റിന് ശേഷവും ഓക്സിലറി കേരി എന്ന് ഉദ്ദേശിക്കുന്നത് 4th ബിറ്റിന് ശേഷമാണ്. ക്ലിയർ? ഓവർഫ്ലോ ഫ്ലാഗിന്റെ കേസിൽ ഞാനത് അടുത്ത ടോപ്പിക് എടുക്കുമ്പോൾ, ടൈമർ എടുക്കുമ്പോഴത്തേക്ക് അത് ക്ലിയർ ആയിട്ട് പറയാം. ഓക്സിലറി ക്യാരി ഫ്ലാഗ് ക്ലിയർ ആയെന്ന് തോന്നുന്നു. രേഷ്മ എസ് ബാബു, ഓക്കെ, ഗുഡ്.
Then parity flag. Parity flag ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എനിക്ക് പെട്ടെന്നൊരു ഡൗട്ടോ തോന്നി നിങ്ങൾ ചോദ്യം കേട്ടപ്പോ. സംഗീത പി, ആക്ച്വലി പാരിറ്റി ഫ്ലാഗ് എന്ന് പറയുന്നത് സാധാരണ ഈവൻ പാരിറ്റി ആണെങ്കിൽ, അതായത് നമ്പർ ഓഫ് വൺസ് എന്ന് പറയുന്ന ഈവൻ ആണെങ്കിൽ പാരിറ്റി ഫ്ലാഗ് സെറ്റ് ആവും. ഇനി ഓഡ് ആകുമ്പോ അത് റീസെറ്റ് ആവും. ഓക്കെ, മസീദി ടെസ്റ്റ് റെഫർ ചെയ്യുക, അതിലങ്ങനെയാണ് ഞാൻ നോക്കിയിട്ടുള്ളത്. എന്തായാലും ഈവൻ പാരിറ്റി ആണെങ്കിൽ, ഈവൻ നമ്പർ ഓഫ് വൺസ് ആണെന്നുണ്ടെങ്കിൽ പാരിറ്റി ഫ്ലാഗ് സെറ്റ് ആവും. ഓവർഫ്ലോ ഫ്ലാഗിന്റെ കേസ് ഞാൻ അടുത്ത ടോപ്പിക് എടുക്കുമ്പോഴത്തേക്ക് ക്ലിയർ ചെയ്യാം. ക്ലിയർ?